വാദപ്രതിവാദങ്ങളും ചർച്ചയും പ്രസംഗങ്ങളും മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ വ്യത്യസ്തമായ കാഴ്ചകളും ഒരുക്കി മത്സരിക്കുകയാണ് മുന്നണികൾ. നാടൻ കലാരൂപങ്ങൾ വരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ. പ്രവർത്തകരെ ഇറക്കിയുള്ള റോഡ് ഷോയും വാഹന റാലിയും ദേശീയ നേതാക്കന്മാരുടെ പ്രസംഗവുമൊക്കെയായിരുന്നു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശ്രദ്ധയാകർഷിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ മാറി. വ്യത്യസ്തവും ആകർഷകവുമായ തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നു. അതിന്റെ ഒരു കാഴ്ച മാത്രമാണ് മേളപ്പെരുക്കത്തിന്റെ താളത്തിൽ ചുവടുവെക്കുന്ന ഈ തെയ്യക്കോലങ്ങൾ. ഹൈറേഞ്ചിനത്ര പരിചിതമല്ലാത്ത ഈ കലാരൂപം തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തെരുവുകളിലേക്ക് എത്തുമ്പോൾ വേറിട്ട ഒരു കാഴ്ചയും വ്യത്യസ്തമായ അനുഭവവുമാണ് പകർന്നു നൽകുന്നത്. മുമ്പ് ഉത്സവ പറമ്പുകളിൽ മാത്രം കണ്ടിരുന്ന തെയ്യക്കോലങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തെരുവിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് കലാകാരന്മാരും പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അത്യാവശ്യം പ്രോഗ്രാംസ് എല്ലാം കിട്ടുന്നുണ്ട്. ഉത്സവ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വർക്കും ഉണ്ട്. ഉത്സവത്തിൻ്റെ പരിപാടി പോലെ തന്നെയാണ് ഈ പ്രചരണത്തിന് വരുമ്പോഴും ആളുകൾ നല്ല സപ്പോർട്ടാണ്. നല്ലപോലെ പ്രചരണത്തിന് പോകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ 5ാമത്തെ വയസ്സ് തൊട്ട് ഇങ്ങനെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കും ഇതേപോലത്തെ തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സ്വീകരണത്തിനൊക്കെ ഇങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം എനിക്ക് 11 വയസ്സായി. ഇത്രയും നാളായിട്ട് ഞാൻ നിരവധി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചാണ് ഈ കലാകാരന്മാർ പ്രചരണത്തിനിറങ്ങിയത്. കത്തി നിൽക്കുന്ന വേനൽ ചൂടിൽ അതിനേക്കാൾ ചൂട് പകരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആസ്വാദനത്തിന്റെ ലഹരി പകരുകയാണ് നാടൻ കലാരൂപങ്ങളും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.